അതുകൊണ്ട് കാരണം മധുരമുണ്ടോ ഒരു പുള്ളിക്കാരി മേടിച്ചിട്ട് പോകുന്നേ വീടിൻ്റെ ടെറസിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഐ ജസ്റ്റ് ടേക്കിംഗ് വ്ലോഗ്. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് സ്ട്രോബെറി ഫാമിലാണ്. കണ്ടോ സ്ട്രോബെറീസ്? ഇത് നോർത്ത് ആംപ്ടണിലുള്ള സ്ട്രോബെറി ഫാമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് സ്ട്രോബെറി ഫാമിൽ വന്നേക്കാണ് കുറച്ച് സ്ട്രോബെറിയൊക്കെ പറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സ്ട്രോബെറീസ് കാണിച്ചു തരാം. ഇതാണ് സ്ട്രോബെറീസ്. നമ്മൾ അവിടെ നിന്ന് താണ്ടെ ഉണ്ണിമായുടെ കയ്യിലിരിക്കുന്ന കണക്ക് ഒരു കൂട ഉണ്ടാവും. അത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇതുപോലുള്ള കൂട എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും സ്ട്രോബെറീസ് പറിച്ച് അവിടെ കൊണ്ട് ചെന്ന് വെയ് ചെയ്ത് നമുക്കത് മേടിക്കാം. 1 കിലോയ്ക്ക് 7.75 പൗണ്ടാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പിച്ചാൻ പോകുന്ന സമയത്ത് നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ച് തിന്നണമെന്നൊക്കെയാണ് അവർ പറയുക. പക്ഷേ എല്ലാവരും കഴിക്കുന്നുണ്ട്. കാരണം മധുരമുണ്ടോ എങ്ങനെയാ എന്തുവാന്നൊക്കെ നോക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, അതാണ്ട കണ്ടോ, ആകാശ് കൈ നിറയെ പറക്കി വെച്ച് കഴിച്ചുകൊണ്ട് വരിക, കണ്ടാടിയിട്ട് കഴിക്കാണ്. ഇവിടെ ഭയങ്കര ഇവർക്ക് നമ്മളെ ഭയങ്കര വിശ്വാസമാണ്. നമ്മള് അകത്ത് കഴിക്കാനൊന്നും പാടില്ല. ജസ്റ്റ് ഇതിനകത്ത് മേടിക്കുക, നിറയ്ക്കുക, കാശ് കൊടുക്കുക, പോവാ. കഴിക്കുന്നതൊക്കെ നമ്മുടെ എത്തിക്സിനെതിരാണ്. അഞ്ജലി ഒന്നും കഴിക്കുന്നേ ഇല്ല, എല്ലാം കൂടക്കകത്ത് പറിച്ചിടുക. മീനു only 1 kg we want. ദേ നോക്ക്, അഞ്ജലിയുടെ കയ്യിൽ ഇവരെ കയ്യിലിരിക്കുന്നതും കൂടിയിട്ട് നോക്കണം. നമുക്ക് 1 കിലോ മതി മൊത്തത്തില്. മതി, സ്റ്റോപ്പ് പിക്കിങ്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ വീഡിയോയുടെ ലാസ്റ്റ് വെക്കാം. പിന്നെന്താ പറയാ, ഇതിനകത്ത് ഒരുപാട് ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ട്രോബെറീസ് നട്ടേക്കാണ്. നമുക്ക് ഇങ്ങനെ നടന്ന് സ്ട്രോബെറീസ്, അതെ, ഈ കുനിഞ്ഞു പോലും മറിക്കണ്ട, എന്താ പറയുന്നത്, കുനിഞ്ഞിങ്ങനെ തറയിൽ വെച്ചേക്കുന്ന സ്ട്രോബെറീസ് ഉണ്ട്. പക്ഷെ തറയിൽ വെച്ചേക്കുന്നതല്ലാണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ നിറച്ച്, എന്താ പറയുക, അതാ ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ കൂടി കിടക്കുകയാണ്. ഇത് കണ്ടോ, സ്ട്രോബെറീസ് ഇങ്ങനെ ഊത്തി കിടക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇങ്ങനെ നമ്മൾ പറിച്ച് നമുക്ക് കഴിക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും സ്ട്രോബെറീസ് പിച്ച് തിന്നാം. നമ്മുടെ മീനും ഒരു കൂടെ നിറച്ച് പിച്ച് വെച്ചേക്കുക. മീനു ഗൈസ്, അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി എല്ലാം പറിച്ചു. ഒരു കൂടെ നിറച്ച് സ്ട്രോബെറിയാണ്. ഈ സ്ട്രോബെറി എല്ലാം ആയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഈ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. നമ്മൾ അവിടെ ചെന്നിട്ട് ഈ വെയിറ്റ് തൂക്കി നോക്കണം. എന്നിട്ട് വെയിറ്റിനനുസരിച്ചിട്ട് അവർ നമുക്ക് റേറ്റ് ഇടും. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെടുത്തിട്ട് പോവാം. ഇത്രയേ ഉള്ളൂ. അധികം കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമുക്ക് എൻട്രി ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് കയറുക, സ്ട്രോബെറി പറിക്കുക, പോവുക, അത്ര തന്നെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ എൻട്രൻസിൽ കാണുന്ന ആ ഒരു സ്ഥലം. നമ്മളപ്പോൾ ഇവിടെ നിന്നാണ് വന്നിട്ട് ആ ഒരു ബോക്സ് എടുക്കുന്നത്. കണ്ടോ, ഫ്രൂട്ട്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ബിഫോർ യു ഈറ്റ് ഇറ്റ്, പിക്ക് ഇറ്റ് വെയ്, പേ ദെൻ ഈറ്റ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മളിവിടുന്ന് ബോക്സ് എടുത്തിട്ടാണ് ആ സ്ട്രോബെറി ഫാമിലോട്ട് നമ്മൾ സ്ട്രോബെറി പറിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ സ്ട്രോബെറി പറിച്ചത് എന്താ പറയുന്നത്, വെയിറ്റ് നോക്കിയിട്ട് പേ ചെയ്യാൻ പോവുകയാണ്. പൊന്ന പേ ചെയ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് നോക്കുന്ന മെഷീനാണ്. ഇവിടെ ഇങ്ങനെ കുറേ കേക്ക്സ്, ടിൻസ്, അങ്ങനെയുള്ള കുറേ ഫുഡ്സും കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ എടുത്ത സ്ട്രോബെറിക്ക് 620 ഗ്രാമുണ്ട്. അപ്പോൾ അതിന് ഇവിടുത്തെ 4.81 പൗണ്ടാണ് ഇത്രയും സ്ട്രോബെറിക്ക്. കാരണം സ്ട്രോബെറി കഴിച്ച് വയറെല്ലാം നിറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് മതി. അപ്പോൾ നമ്മൾ പേ ചെയ്യാം. താങ്ക് യു, ബൈ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി പറിച്ച്
പൈസ കൊടുത്തു. നമ്മൾ അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്, വീട്ടിലേക്ക് പോവുകയാണ്. ആ അവിടെ ഒരു കുഞ്ഞു ഇതാണ്ട് കണ്ടോ, ഇതെല്ലാം ഓരോരുത്തർ വാങ്ങിയ സ്ട്രോബെറീസ് ആണ്. നേണ്ട കണ്ടോ, ഓരോരുത്തർ കൂടെ നിറച്ച് കൊണ്ടുവരികയാണ്. ഗോഷ് പാൻ്റൊക്കെ കുടിച്ച് നടക്കുന്നു. ലിറ്റിൽ പപ്പി. അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാമിൽ നിന്ന് ഒരു ഗ്ലാസ് ഒരു 5 സ്ട്രോബെറിയും ചോക്ലേറ്റ് കഴിക്കുന്നതിന് എത്രയാ? 5 എത്രയായിരുന്നു? 7 സംതിങ് അല്ലേ? 700. നമ്മുടെ നാട്ടിലെ 700 സംതിങ് രൂപയായിരുന്നു. നമ്മള് ഗ്ലാസ്സിൽ സ്ട്രോബെറി വെച്ചിട്ട് ഗ്ലാസ്സിൽ ഒരു 5-6 അതെ, കുറച്ച് സ്ട്രോബെറീസും പിന്നെ അതിന്റെ മേളിൽ ചോക്ലേറ്റ് ഒഴിച്ചതും നമ്മൾ കഴിച്ചത് 6 സംതിങ് ആയിരുന്നു, പൗണ്ടായിരുന്നു. പക്ഷെ ഇത് വേണ്ട കൂടെ നിറച്ച് കിട്ടിയപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ചോക്ലേറ്റ് ഒഴിച്ച് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ സ്ട്രോബെറി തൈകൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നൊരു പുള്ളിക്കാരി മേടിച്ചിട്ട് പോകുന്നത് വീടിൻ്റെ ടെറസിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഐ ജസ്റ്റ് ടേക്കിംഗ് വ്ലോഗ്. അപ്പോൾ അവിടെ കണ്ടോ, അവിടെയാണ് നമ്മളത് മേടിക്കുന്ന സ്ഥലം. അവിടെ നിന്ന് മേടിച്ച് നമുക്ക് എന്തോ 5 പൗണ്ട് എന്തോ ആണ്. അപ്പോൾ 5 പൗണ്ട് പേ ചെയ്തിട്ട് അതെടുത്ത് വീട്ടിൽ ഇതേ കണക്ക് കൊണ്ടുവച്ചാൽ മതി. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഫുള്ള് മണ്ണും വളവും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഗ്രോ ചെയ്ത് ഇത് തന്നെ സ്ട്രോബെറീസ് നമുക്കപ്പോൾ വീട്ടിൽ തന്നെ പിക്ക് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇവർ കാറ് നിറച്ച് മേടിച്ചിട്ട് പോവുക സ്ട്രോബെറീസ്. അവരെ വീട്ടിൽ കൊണ്ടുപോയി ഫാം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. ബൈ. അപ്പം നമ്മൾ അതും കണ്ടു, നമ്മൾ പോവുകയാണ്. ഉണ്ണിമായന്റെ പന്നിക്കുട്ടീനെ കാണാൻ പോവുകയാണ് നമ്മൾ. ഇതാണ് ഗൈസ് പന്നിക്കുട്ടി. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്ട്രോബെറി ഫാമിലത്തെ വിസിറ്റ് കഴിഞ്ഞ് നമ്മളെല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോബെറി ഒക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചോക്ലേറ്റ് പൊട്ടിക്കുക, മെൽറ്റ് ചെയ്യുക, സ്ട്രോബെറി അതിൽ ഡിപ്പ് ചെയ്യുക, കഴിക്കുക. അതായിരിക്കും അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഡബിൾ ബോയിൽഡ് ചെയ്ത് ചെയ്യാൻ പോവുകയാണ്. നമുക്കിത് ലണ്ടൻ ബോറോ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. അന്ന് നമ്മൾ ലണ്ടനിൽ പോയപ്പോൾ കഴിച്ചത്. ഒരു കപ്പിന് 7 പൗണ്ട്. 7 പൗണ്ടായിരുന്നു. ഒരു 5 സ്ട്രോബെറിയും 5 സ്ട്രോബെറിയും ചോക്ലേറ്റ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ മണ്ടക്ക് ഒഴിക്കും. നമ്മള് വീട്ടില് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം എങ്ങനെ ഇരിക്കുന്നു കണ്ടറിയാം. അപ്പൊ ചൂടോടെ ഡിപ്പ് ചെയ്ത് അടിച്ചു നോക്ക്. ചൂടോടെ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ചു നോക്ക്. ഫസ്റ്റ് ഡിപ്പ്. ചൂടൊന്നുമില്ല. ചൂടില്ല, പേടിക്കണ്ട. ചൂടില്ല. ഡബിൾ ബോയിൽ അല്ലേ? ഈ ചോക്ലേറ്റും ലണ്ടനിലെ ചോക്ലേറ്റും ഒരേ ചോക്ലേറ്റ് തന്നെയാണോ? അവിടെ ആ ചോക്ലേറ്റ് എങ്ങനെ ബെറ്ററാ? അത് കുഴപ്പമില്ല. ഫ്രിഡ്ജിലില്ല. Yes, I will show you.
വേണ്ട മുത്ത് കളയട്ടെ. മുഖം കാട്ട് നീ മുഴുവൻ